കേരളത്തിൽ ഇന്ന് ജില്ലകളനുസരിച്ച് പെട്രോൾ വില 113-നും 116-നും ഇടയിലാണ്. ലോക മാർക്കറ്റിലെ അസംസ്കൃത വസ്തുവിന് വില കുറഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നത്? അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയുടെ ഗ്രാഫ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചിരുന്നോ? കഴിഞ്ഞ ഒരു മാസമായി ആഗോള വിപണിയിൽ എണ്ണ വില വലിയ തോതിൽ താഴോട്ട് വരികയാണ്. ബാരലിന് $113 വരെ ഉയർന്ന വില ഇപ്പോൾ ഏകദേശം $90 താഴ്ന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുണ്ടായിരുന്ന ഇന്റർനാഷണൽ പ്രീമിയം ഓൺ പ്ലാറ്റ്സ് പ്രൈസ് ഇപ്പോൾ ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു പെട്രോൾ പമ്പിലിട്ട് വണ്ടി കയറ്റിയാൽ കഥ മാറുകയാണ്. കേരളത്തിൽ ഇന്ന് ജില്ലകളനുസരിച്ച് പെട്രോൾ വില 113-നും 116-നും ഇടയിലാണ് നിൽക്കുന്നത്. പലയിടത്തും ഇത് 115 കടന്നു കഴിഞ്ഞു. ലോക മാർക്കറ്റിലെ അസംസ്കൃത വസ്തുവിന് വില കുറഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നത്? വില കൂടുമ്പോൾ മാത്രം കൂട്ടി വില കുറയുമ്പോൾ പമ്പുകളിൽ ആ മാറ്റം വരാത്തത് എന്തുകൊണ്ടാണ്? ഈ ഇന്ത്യൻ ഫ്യൂവൽ പാരഡോക്സിന് പിന്നിലെ യഥാർത്ഥ കഥ ഒട്ടും ഒളിച്ചു വയ്ക്കാതെ ലളിതമായി നമുക്ക് പരിശോധിക്കാം. എൻ്റെ പേര് സാദിഖ്. വെൽക്കം ടു സാദിഖ് ടോക്ക്. ഇപ്പോൾ വില കുറയാത്തതിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ തൊട്ടു മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കൃത്യമായി അറിയണം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം, അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇടപെട്ടതൊക്കെ പശ്ചിമേഷ്യയെ വല്ലാത്തൊരു യുദ്ധ പ്രതീതിയിലാക്കിയിരുന്നു. ജിയോ പൊളിറ്റിക്കൽ കനൽ പുകഞ്ഞപ്പോഴാണ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നതും വലിയൊരു റിസ്ക് പ്രീമിയം കമ്പനികൾക്ക് ചുമത്തേണ്ടി വന്നതും. കപ്പൽ കൂലിയും ഇൻഷുറൻസ് തുകയുമൊക്കെ അന്ന് ആകാശത്തോളമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഈ യുദ്ധഭീതി മാറി വിപണി ശാന്തമായിട്ടും നമ്മളിവിടെ 114-ഉം 115-ഉം 116-ഉം കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് സർക്കാർ കമ്പനികളുടെ ഷോക്ക് അബ്സോർബർ തന്ത്രം വരുന്നത്. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ സാധാരണക്കാരെ സംരക്ഷിക്കാൻ IOCL, HPCL, BPCI പോലുള്ള പൊതുമേഖലാ കമ്പനികൾ പെട്രോൾ, ഡീസൽ വിലകൾ കൂട്ടാതെ മരവിപ്പിച്ചു നിർത്തിയിരുന്നു. നമ്മൾ അന്ന് പമ്പുകളിൽ പെട്ടെന്നുള്ള ആ വൻ വിലകയറ്റം അറിയാതെ പോയപ്പോൾ ഈ കമ്പനികൾ പ്രതിദിനം ഏകദേശം 1600 കോടി രൂപയുടെ വൻ നഷ്ടമാണ് സഹിച്ചിരുന്നത്. അന്ന് അവർക്കുണ്ടായ ആ ഭീമമായ നഷ്ടമാണ് ഇന്നത്തെ ഈ ഉയർന്ന വിലയിലൂടെ അവർ ജനങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് അണ്ടർ റിക്കവറി. അതായത് എണ്ണ വാങ്ങാൻ ചിലവായ തുകയും അത് വിറ്റപ്പോൾ കിട്ടിയ തുകയും തമ്മിലുള്ള വ്യത്യാസം മൂലം ഉണ്ടായ നഷ്ടം. എണ്ണ കമ്പനികൾ ദിവസേനയുള്ള വില നോക്കിയല്ല അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അവർ മാസങ്ങൾക്ക് മുമ്പേ മുൻകൂട്ടി പണം നൽകി വലിയ ഓർഡറുകൾ ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിരുന്ന സമയത്ത് ബുക്ക് ചെയ്ത വില കൂടിയ ക്രൂഡ് ഓയിലാണ് കമ്പനികൾ ഇപ്പോഴും ശുദ്ധീകരിച്ച് പമ്പുകളിൽ എത്തിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പോലെ തന്നെയാണിത്. നിങ്ങൾ ഈ മാസം പുതിയതായി വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ മാസം വരുത്തിവെച്ച കടം ഇത്തവണ വീട്ടണമല്ലോ. പമ്പുകളിൽ നമ്മൾ ഇപ്പോൾ നൽകുന്ന ഉയർന്ന വില യാഥാർത്ഥ്യത്തിൽ എണ്ണ കമ്പനികൾ അവരുടെ പഴയ നഷ്ടം നികത്തി ബാലൻസ് ഷീറ്റ് പച്ച തൊടിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ പലരും ചോദിക്കുന്ന മറ്റൊരു ന്യായമായ ചോദ്യമുണ്ട്. ഉപരോധങ്ങൾ കാരണം റഷ്യ ഇന്ത്യക്ക് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ക്രൂഡ് ഓയിൽ നൽകുന്നത്. അതായത് ഫ്ലാറ്റ് പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് വില കുറച്ച് തരുന്നില്ല? ഇവിടെയാണ് നമ്മൾ വിപണിയുടെ മറ്റൊരു വശം കാണേണ്ടത്. ശരിക്കു പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ഓയിലിൻ്റെ ഒരു വലിയ പാട്ടും പോകുന്നത് രാജ്യത്ത് സ്വകാര്യ റിഫൈനറികളിലേക്കാണ്. അവർ ഈ എണ്ണ ശുദ്ധീകരിച്ച് ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിയ വിലക്ക് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പൊതുമേഖലാ കമ്പനികൾ വാങ്ങുന്ന റഷ്യൻ എണ്ണയുടെ കാര്യമെടുത്താലോ? റഷ്യയിൽ നിന്ന് വില കുറവിൽ കിട്ടിയ ലാഭം മുഴുവൻ നേരത്തെ പറഞ്ഞ പശ്ചിമേഷ്യൻ പ്രതിസന്ധി സമയത്തുണ്ടായ നഷ്ടം നികത്താനാണ് കമ്പനികൾ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ റഷ്യൻ എണ്ണയുടെ വില കുറവ് കൊണ്ട് എണ്ണ കമ്പനികളുടെ നഷ്ടം ഒരു പരിധിവരെ കുറഞ്ഞു എന്നത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ഗുണം നേരിട്ട് സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പഴയ നഷ്ടവും ബിസിനസ് തന്ത്രങ്ങളും മാത്രമല്ല ഇതിന് കാരണം. വില ഒരിക്കലും താഴോട്ട് വരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതിൽക്കെട്ട് നമ്മുടെ നികുതി ഘടനയാണ്. നമ്മളടിക്കുന്ന 1 ലിറ്റർ പെട്രോളിൻ്റെ പകുതിയോളം തുക പോകുന്നത് സർക്കാരുകളിലേക്കാണ്. ലളിതമായി പറഞ്ഞാൽ
നമ്മൾ കൊടുക്കുന്ന കാശ് പ്രധാനമായും 4 ഭാഗങ്ങളായാണ് വീതിച്ചു പോകുന്നത്. ആദ്യം ക്രൂഡ് ഓയിലിൻ്റെ യഥാർത്ഥ വിലയും അത് ഇങ്ങോട്ട് എത്തിക്കാനുള്ള കപ്പൽ കൂലിയും ശുദ്ധീകരണ ചെലവും. ഇത് മൊത്തം വിലയുടെ പകുതിയോളമേ വരൂ. ബാക്കി തുക പോകുന്നത് നികുതിയിലേക്കാണ്. രണ്ടാമതായി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി. മൂന്നാമത് പെട്രോൾ പമ്പ് ഉടമകൾക്കുള്ള ഡീലർ കമ്മീഷൻ. നാലാമതാണ് ഏറ്റവും പ്രധാനം, അതായത് സംസ്ഥാനങ്ങൾക്ക് ഈടാക്കുന്ന സെയിൽസ് ടാക്സ് അഥവാ വാറ്റ്. ഈ സംസ്ഥാന നികുതി ശതമാന കണക്കിൽ ആയതുകൊണ്ട് തന്നെ കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ പെട്രോൾ വില വളരെ പെട്ടെന്ന് 113 രൂപയ്ക്കും 116 രൂപയ്ക്കും മുകളിലേക്ക് പോകുന്നു. റോഡ് വികസനം, വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ, ക്ഷേമ പെൻഷനുകൾ എന്നിവയ്ക്കുള്ള ഏറ്റവും കൃത്യമായ വരുമാന മാർഗമായതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ നികുതി കുറക്കാൻ ഒട്ടും തയ്യാറാകുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇതിനൊരു പരിഹാരം എന്താണ്? ഇന്ത്യയിലെ ഇന്ധനവില അന്താരാഷ്ട്ര മാർക്കറ്റിനൊപ്പം ദിവസേന മാറുന്ന ഒന്നല്ല. അതിനു പിന്നിൽ വലിയൊരു ടൈം ഡിലേ അല്ലെങ്കിൽ സമയതാമസമുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ലോക വിപണി കത്തിയെറിഞ്ഞപ്പോൾ ഇവിടെ വില കൂടാതെ നോക്കി. ഇപ്പോൾ ആഗോള വിപണി തണുത്തപ്പോൾ പഴയ കടം വീട്ടാൻ വില കുറക്കാതെയും ഇരിക്കുന്നു. എണ്ണ കമ്പനികളുടെ നഷ്ടം പൂർണ്ണമായി നികത്തുകയും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ $90 താഴെ ഇനിയും ദീർഘകാലം തുടരുകയും ചെയ്താൽ മാത്രമേ വരും മാസങ്ങളിൽ ചെറിയൊരു ആശ്വാസമെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കൂ എന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ നിന്നുള്ള സൂചനകൾ. അതുവരെ ലോക വിപണിയിൽ പ്രതിസന്ധി തീർന്നിട്ടും നമ്മളിവിടെ പ്രീമിയം വില നൽകിക്കൊണ്ടേയിരിക്കണം. ഇതിനൊരു ശാശ്വത പരിഹാരം പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ സംസ്ഥാനങ്ങളുടെ വരുമാനം ഇല്ലാതാക്കാൻ അത് കാരണമാകുമോ? നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.